ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി മീൻസ് നമ്മുടെ സാധാരണ ചിക്കൻ ബിരിയാണി അല്ല. ഇത് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ്, അതായത് ഒരു കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിരിയാണി. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അത് ഇപ്പം ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കുകയാണ്. സിമ്പിളായിട്ട്, സിമ്പിൾ പരിപാടിയാണ്. ഒന്നുമില്ല, ചിക്കൻ കഴുകുന്നുണ്ട്. ചിക്കൻ കഴുകുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതാ കഴുകുന്നത് സുശീലാമ്മ. എന്നാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും. കണ്ടോ സുശീലാമ്മേന്ന് പിന്നെ ചിക്കൻ കഴുകുന്നത്. സുശീലാമ്മ ഭയങ്കര എക്സ്പേർട്ടാണ് ചിക്കൻ കഴുകുന്നതിൽ. കണ്ടോ. അപ്പോൾ നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് അതിൽ കാണാം. ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കഴുകി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണേ. അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി രണ്ട് കൂടി ഇരിപ്പുണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് വെളുത്തുള്ളി എടുക്കണം. അപ്പോൾ ഒരു കെട്ട് വെളുത്തുള്ളി ഉണ്ട്. ഇന്ന് നമുക്ക് ഇത് ഓൾറെഡി ഓപ്പണാക്കി വെച്ചതാണ്. നമുക്കിത് ഇതിനൊരു 2 അല്ലി വെളുത്തുള്ളി എടുക്കണം. നല്ലോണം വെളുത്തുള്ളി കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ ഇത് ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 2-3 സെറ്റ് എടുക്കാം. ഇതിൻ്റെ തൊലി കളയാതെ നിൽക്കണ്ട കേട്ടോ. അപ്പം ഭയങ്കര പണിയാവും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഈസി പണി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടെടുക്കും. മുക്കിയിട്ടെടുത്തിട്ട് നമ്മുടെ ഇടികല്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുനിക്കും. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇഞ്ചി ഇട്ട് നന്നായിട്ട് കുനിച്ചെടുക്കും. ഞാനതിൻ്റെ തോടൊന്നും കളയാൻ നിൽക്കാറില്ല. സമയം വേസ്റ്റ് മീൻസ് എന്തിനാ വെറുതെ സമയം കളയുന്നത്. ഒന്നാമത് ഈ ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലി കളയാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പണിയാണ്. സോ ഞാൻ ഭയങ്കര ഈസി പണിയാണ് നോക്കുന്ന ആളാണ്. സോ നമുക്ക് ഒരു മൂടി കൂടി എടുക്കാം. 3 മൂട. ഓക്കെ, അപ്പോൾ ഇത്രയും വേണം. ഞാൻ എടുത്തിട്ടുള്ളത് 4 തക്കാളി, പച്ചമുളക് ഇത്രയും വേണ്ട, ആവശ്യത്തിന് മതി. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. ഇഞ്ചി കൂടെ എടുക്കാം നമുക്ക്. ഓക്കെ, ഇതൊരു തൈര്, അതായത് മിൽമേൻ്റെ എലൈറ്റിൻ്റെ കേടാണ്. നല്ല കേടാണ് അല്ലേ കണ്ണാ? കുടിക്കാനല്ല, ഇത് നമുക്ക് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്ക്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. ചിക്കനിൽ എന്ത് ബിരിയാണിയാന്ന്? കർണാടക ബേസ്ഡ് ബിരിയാണി ഇല്ലേ. അപ്പോൾ ഈ തൈരിനൊക്കെ പറ്റിയിട്ട് എന്താ പറയാനല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? ഒറ്റടിക്ക് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ഒരു തൈരാന്നേ. എൻ്റെ മോനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കണ്ണാൻ എപ്പോഴും ചോറിൻ്റെ കൂട്ടത്തിൽ ഈ തൈര് കൂട്ടി കുടിക്കും. അപ്പോൾ ഈ തൈര് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. മിൽമ എലൈറ്റിൻ്റെ കേട് കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചിയിലേക്ക് ഇടാം. അപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് നമ്മളൊരു കർണാടക ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി പൊട്ട് വെച്ചു. ഉണ്ടാക്കുന്ന ആളാരാന്നറിയോ? ഇങ്ങോട്ട് നോക്കൂ, ശ്രാവൺ രുചിൻ. അപ്പോൾ കണ്ണൻ ഉണ്ടാക്കുന്നല്ലേ? ഓക്കെ, ഇളക്കല്ല. കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. അതിന് മുമ്പേ വേറൊരു സാധനം ഇടണം. അയ്യോ മറന്നുപോയി. പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം എടുത്തിട്ട് വാ. അപ്പം മറന്നുപോയേനെ. അപ്പം ബിരിയാണി ഇപ്പോൾ മീൻകറിയായി മാറിയേനെ. കാണുന്നില്ല, ഞാൻ എടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ കുടുംബശ്രീൻ്റെ ഓണപരിപാടിയാണ്. നമ്മളെ റഷീദേച്ചിൻ്റെ വീട്ടിലാണ് നടക്കുന്നത് കേട്ടോ. കുറച്ചപ്പുറത്തെ നമ്മളെ റഷീദേച്ചിൻ്റെ വീടാണ്. അപ്പോൾ ആടെ ഇന്ന് അവരെ കുടുംബശ്രീൻ്റെ ഓണപരിപാടി, ഓണസദ്യ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നല്ല കിടിലൻ സദ്യയാണ്. ഷൺമുഖേൻ്റെ സദ്യയാണ് പയ്യന്നൂരുള്ള. അപ്പോൾ കുടുംബശ്രീയിലുള്ള എല്ലാവരും പോയിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം വരുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും ഭാഗം.
ആ കണ്ണാ അങ്ങനെ കുടിക്കരുത്, അങ്ങനെ കുടിക്കരുത്. ഇതെന്നാ ഇത് ഐസ്ക്രീമാ? ഐസ്ക്രീം പോലെ ഒരെടുത്ത് തൈരെടുത്ത് ഇങ്ങനെ കുടിക്കുന്നത്. മതി, അങ്ങനെ കുടിച്ച് കഴിക്കല്ലേ, മതി. ബാക്കി അമ്മ ബാക്കി ഇതിൽ തരാം. അപ്പോൾ നമ്മളെ ബിരിയാണി പോട്ട് വെച്ചു. അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ മറ്റേ പൂവില്ലേ, പൂവിട്ടു. പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, വഴനയില, എന്നിട്ട് ഏലക്ക ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അത് വാടി വരുന്ന സമയത്ത് നമ്മുടെ കുക്ക് ഇവിടെ കണ്ടോ, വായിലെന്താ പെരുംജീരകം പകുതി വായി പോയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേണോ പേസ്റ്റ്? പൊരിക്കുന്നതിൽ വേണോ? കുറച്ചപ്പോൾ നമുക്ക് പൊരിക്കുന്നതിൽ കൊടുക്കാം. എന്നാ ഇന്നെടുത്തോ, വാ വേമ്പാ. ഇത് കഴിക്കല്ല, വാട്ടെ കുക്ക് ചെയ്യായു. അതാ പൊട്ടി തെറിക്കുന്ന അളക്കുന്ന ഒരു മിനിറ്റ്. അപ്പം ഇത് നമ്മൾ ഇത് പൊരിക്കുന്നതാണ്. അപ്പോൾ പൊരിക്കുന്നതിൽ അത്രയും കൊടുക്കല്ല. ഓക്കെ, ഇട്ടോ ഇലക്കിട് അമ്മ ഇട്ടു. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് പറക്കിടാൻ പോകുന്നതാണ്. ഇതിനെന്തൊരു കുക്കാണോ അപ്പോൾ. ഇത് പണിയെല്ലാം നമ്മളെ കൊണ്ടെടുപ്പിച്ചിട്ട് കുക്ക് എന്നൊരു പേര് ഇവന് കിട്ടും. മാറ്, നമ്മൾ ഇത് ഇടട്ടെ ഫസ്റ്റ്. ഞാൻ ഇപ്പം എല്ലായിടത്തും വെയിറ്റ് ചെയ്യടാ, ഇടട്ടെ, വെയിറ്റ് ചെയ്യ്, മസാല ആവണ്ടേ. അമ്മി മാറും, ഒരു മിനിറ്റ്. അപ്പം ഇത് പച്ചമുളക് അത്രയും വേണ്ട. എത്രയും ഓക്കെ മതി. പച്ചമുളക് ഇനി മസാലക്ക് എരിവില്ല. സലാഡ് വേണ്ടേ? തൈര് മാത്രം കൂട്ടാം അല്ലേ? സലാഡ് വേണം. അപ്പം ഇത് എല്ലാം ഇതിലേക്ക് ഇരിക്കട്ടെ. നമുക്ക് തൈര് മാത്രം കൂട്ടാം നമുക്ക്. ഓക്കെ, അപ്പം ഇതെല്ലാം വാരി കിട്ടും. അപ്പം ഇതൊന്ന് നന്നായിട്ട് മൂക്കണം അല്ലേ വേണോ? നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നാളെ എന്നാ പരീക്ഷ? സോഷ്യൽ സയൻസിൽ എന്താ എഴുതുക? എന്നാ എഴുതുക? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നാളെ. ഇതാണ് പരീക്ഷയ്ക്ക് നാളെ എഴുതാൻ പോകുന്നത് ശ്രവൺ. ഓക്കെ, ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഈ സൈഡിലിളക്ക്, ക്യാമറ കാണല്ലേ. ഓക്കെ, ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് നമുക്ക് മാഗ്നേറ്റ് ചെയ്തിട്ട്, അതായത് പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡാണ് മംഗള ബ്രാൻഡ്. മംഗള നല്ല ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ചിക്കന് കണക്കായിട്ടുള്ള ഗരം മസാല, അതിപ്പം എത്രയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഞാൻ കുറച്ചിടും, കാരണം നമുക്ക് ഫ്ലേവർ വേണം. കുറച്ച് ഗരം മസാല, കാരണം പിന്നെ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊടിയാണ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ അത് ഇടും ഞാൻ കുറച്ച്. അപ്പോൾ കുറച്ച് പൊടി അതിടും. ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാനാണ് ഫസ്റ്റ്. എന്നാലേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ഒരു ഇതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് കുറച്ച് മസാല ആക്കുമ്പോൾ 1 ടീസ്പൂണോളം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തൂവി കൊടുക്കുക. 1 ടീസ്പൂണ് 1.5 ടീസ്പൂണൊക്കെ ഇടാം, ചിക്കൻ അനുസരിച്ചിട്ട് അത് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതൊരു മാഗ്നേഷൻ പോലെ നമുക്ക് ചെയ്ത് വെക്കാം. അതിൽ നിന്ന് കുറച്ച് ഇത് നമുക്ക് ഇതിലിനി പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണേ. ഒരു മിനിറ്റ്, ഞാൻ ഉപ്പൊന്നും എടുക്കട്ടെ. ഉപ്പ് ചിക്കനിൽ പിടിക്കാൻ മാത്രമുള്ള ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് അറ്റ്ലീസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പിടും ഉണ്ടല്ലേ. അപ്പം നന്നായിട്ടൊന്ന് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഇനി നമുക്കൊരു 10 മിനിറ്റ്. ഇതിൽ നമുക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഒഴിക്കാം, ലേശം തൈര് ഒഴിക്കാം. നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം, മതി. ബാക്കി തൈര് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ ചിക്കനിലേക്ക് പുളിയായി, ഉപ്പായി, എരിവായി, എല്ലാമായി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന്
ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അതിലിട്ട പൊടികൾ തന്നെ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിക്ക് ഇതിനുള്ള മസാല വേണ്ടേ, കുറച്ചും കൂടി അധികം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഞാൻ ഇട്ടത് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മസാല, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനം ഇതിലേക്ക് എടുത്തിടും. ഓക്കെ, എടുത്തിടും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഉള്ളി, തക്കാളി ഇതെല്ലാം നമ്മൾ ഉള്ളി മിക്സ് ചെയ്യും. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. കുറച്ചുകൂടെ തൈര് നമുക്ക് തീ കൂട്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കണം. എനിക്ക് വെസ്റ്റുള്ള തൈര് എടുത്ത് വയ്ക്കും. നേരത്തെ നമ്മൾ കുറച്ചല്ല തൈര് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി തൈര് ഒഴിക്കും. നല്ലോണം മിക്സ് ചെയ്യും. അപ്പം ഇത് ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന മസാല ഉപ്പല് പിടിക്കണ്ടേ. അപ്പം നമുക്ക് ചെറിയ ഫ്ലെയിമല്ല, കുറച്ചൊരു ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു ഹാഫ് കുക്ക് ആവണേ. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം. അതായത് ഇതുപോലെ ഒരു ഹാഫ് കുക്ക് ആവണം നമുക്ക്. എന്നാൽ മാത്രമേ നമുക്ക് അരി ഇട്ടിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് എത്ര ഗ്ലാസ് അരിയാണോ അതിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഇടാറ്. അപ്പോൾ നമ്മളൊരു 3 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് 4.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഈ ചിക്കൻ ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ നമുക്ക് അരി ഇതിലേക്ക് തട്ടാം. അരി ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ചെറിയ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ദമ്മിട്ട്, ദമ്മ് മീൻസ് ഒന്നുമില്ല, ഈ ഒരു അടപ്പൊന്ന് അടച്ചു വെക്കുക. ചെറിയ തീയിൽ ഈ ദമ്മൊന്ന് ഇതൊന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തുറന്നു വെക്കും. അപ്പം നല്ല ആവി പറക്കണ ബിരിയാണി റെഡി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ അരിയിലേക്ക് ഇട്ടു കേട്ടോ. അരിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ മസാലേൻ്റെ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉണ്ടോ? എന്നാലേ നമുക്ക് ഈ റൈസിലും മസാല പിടിക്കുള്ളൂ. മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇതെല്ലാം നമ്മൾ ഇട്ടതാണ്. ചിക്കൻ ഒരു ഹാഫ് വേവായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് മിക്സ് ചെയ്യും. റൈസ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഇത് കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഉപ്പും പുളിയും തക്കാളിയും എല്ലാം കൂടി റൈസിലും ചിക്കനിലും പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് എത്ര ഗ്ലാസ്? 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അമ്മ ഇതിൽ കുറച്ചും കൂടി വെള്ളം തരണേ, ഇത് മതിയാവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ്, പിന്നെ 1/2 ഗ്ലാസ്, 1, 2, 3 വെള്ളം വേണം. 3 ഗ്ലാസ് അരിയെല്ലാം എടുത്തേ. അപ്പോൾ ഇനി ഒരു 1/2 ഗ്ലാസ് ഇല്ല, 1 ഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം. 1 ഗ്ലാസ് അരി എടുക്കാം നമുക്ക്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു നാരങ്ങ സ്വീസ് ചെയ്തിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്ക് നല്ല ബലം കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അഷ്റഫിൻ്റെ അരിയാണ്. അഷ്റഫിൻ്റെ അരി എടുത്തതുകൊണ്ട് പിന്നെ വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് 1/2 ഗ്ലാസ്സാണ് ഒഴിക്കേണ്ടത്. പക്ഷെ നമുക്ക് കുറച്ചൊരു 3/4 ഗ്ലാസ്സോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് തീ കൂട്ടി വെക്കാം. മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടോക്കിയാണോ നോക്കിയോക്കെ. ഉപ്പുണ്ട്. കുറച്ചിടാം അല്ലേ? ലേശം ഇടാം. റൈസിന് ഉപ്പില്ലെങ്കിലോ കുറച്ചുകൂടി ഇട്ടാൽ, ലേശം കൂടി ഇടാം. ലേശം അല്ലേ? വേണ്ട, ഉപ്പുണ്ട്, അതിയുണ്ട്, അതിയായി 1/4 ടീസ്പൂൺ ഇടാം. വേണ്ട, പിടിക്കണ്ടേ മസാല കറക്റ്റാണ്. ഇതിടാം പിഞ്ചുപ്പിടാം. അധികാവൂല എന്തായാലും. അതിനെ കൂടിപ്പോയി. ഇല്ല, കൂടൂല. കൂടീന് ഇല്ലടാ, കൂടൂല.
ഓക്കെ, ഇനി ഇത് നല്ല വൃത്തിക്ക് തിളച്ചിട്ട് എന്താ പറയുക, തിളച്ച് വെള്ളമൊക്കെ വറ്റി വരട്ടെ. അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്ന് വറ്റട്ടെ. ഓക്കെ എന്നാ എങ്ങനെയുണ്ട് അമ്മേൻ്റെ ബിരിയാണി? നല്ല സോഫ്റ്റ് ഇതൊന്നും ഇത് വറ്റൽ മുളക് കപ്പ പറങ്കിയാ, കാന്താരി മുളക്, തൈര്, ചിക്കൻ പൊരിച്ചത്, അച്ചാറ്. ആ കഴിച്ചോ നോക്കട്ടെ. എങ്ങനെയുണ്ട് റൈസിൻ്റെ ഫ്ലേവർ? അടിപൊളിയാ. ചിക്കൻ പീസോ? അതാ പാപ്പോ പൊരിച്ചത്. അങ്ങനുണ്ട്, അടിപൊളിയല്ലേ? ഇങ്ങോട്ട് നോക്കി പറയും, ഇങ്ങോട്ട് നോക്കി പറയും. ആ കാന്താരി മുളകെല്ലാം കടിക്കുന്നുണ്ട്. എരിഞ്ഞു പണിയാവാനാ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും താങ്ക് യു പറയും. ഇങ്ങോട്ട് നോക്കി പറയടാ. ആ അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടി. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കോമ്പിനേഷനാണ് ചിക്കൻ പൊരിച്ചതും പിന്നെ നമ്മുടെ കിഡിലും കർണാടക ബിരിയാണി. യെസ്, നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ബിരിയാണി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ വേഗത്തിലാവുകയും ചെയ്യും. നല്ല ചിക്കൻ പീസൊക്കെ ഉണ്ട് കണ്ടാ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.